കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. പക്ഷേ ഇന്നേ വരെ ഈ നാട്ടിൽ ജീവിച്ചു പോയ ഏതെങ്കിലും ഒരു മനുഷ്യനെ പറ്റി അയാളാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ, അയാളാണ് മുദബ്ബിറുൽ ആലമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ ആ ആളുകൾ തയ്യാറായിരുന്നില്ല. വിശ്വാസമില്ലാത്തത് കൊണ്ടായിരുന്നില്ല. മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് ആ വിശ്വാസമാണ് ഈ ആളുകൾ വെച്ച് പുലർത്തിയിരുന്നത്. മുഹീദ്ദീൻ ശൈഖ് അറിയാതെ ഈ ലോകത്ത് ഒന്നും സംഭവിക്കുകയില്ല എന്ന വിശ്വാസം സമസ്തയിലെ പണ്ഡിതന്മാരുടെ മനസ്സിലുണ്ടായിരുന്നു. മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹിക്ക് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും ചലനങ്ങൾ അറിയാമെന്ന്, ഈ ഭൂമിയിൽ എത്ര ചെടികളുണ്ടെന്ന്, ആ ചെടികൾക്ക് എത്ര ഇലകളുണ്ടെന്ന്, ആ ചെടികളുടെ ചുവട്ടിലുള്ള മണൽത്തരികൾ എത്രയെന്നെന്ന്, കടലിലൂടെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന തിരമാലകളുടെ എണ്ണം എത്രയെന്ന് ശൈഖ് ജീലാനിക്കറിയാം എന്ന് വിശ്വസിച്ചവരായിരുന്നു കേരളത്തിലെ പുരോഹിതന്മാർ. ആ അർത്ഥം വരുന്ന പദ്യങ്ങൾ ചൊല്ലുന്നതിന്, അത് വിർദുകളാക്കി ഉരുവിടുന്നതിന് പുണ്യമുണ്ട് എന്ന്, അള്ളാഹുവിന്റെ കൂലി ലഭിക്കുമെന്ന് വിശ്വസിച്ചവരായിരുന്നു സമസ്തയുടെ പണ്ഡിതന്മാർ. പക്ഷേ അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പറയാൻ, ഇതാണ് ഞങ്ങളുടെ ശൈഖ് ജീലാനി എന്ന് ഈ ജനങ്ങളോട് പറയാൻ, കറാമത്തുകൾ പറയുമ്പോഴും കറാമത്തുകൾ പ്രചരിപ്പിക്കുമ്പോഴും മറ്റു ചില വിശ്വാസങ്ങൾ ശൈഖ് ജീലാനിയെ പറ്റി ഈ സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പരസ്യമായി പതിച്ചു നൽകുന്ന പദ്യങ്ങൾ അത് നമ്മളുടേതാണ് എന്ന് പറയാൻ ഈ ആളുകൾക്ക് മടിയുണ്ടായിരുന്നു. എന്നാൽ ആ മടി അവസാനിക്കുകയും ആളുകളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുഹീദ്ദീൻ ശൈഖിന് അപ്പുറത്ത് ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന CM മടവൂര് പടച്ചോനാണ് എന്ന് പറയുകയും, അങ്ങനെ പടച്ചോനാണ് എന്ന് പറയുന്നതിന് ആരെങ്കിലും എതിർക്കുന്നുവെങ്കിൽ അവരുടെ മുമ്പിൽ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് പടച്ചവനാണെന്ന് പറയടാ എന്ന് പാടുവാനും ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്.